Hi all, welcome back to Mommy's Gusto. Hi everyone. ഇന്ന് ഞാൻ ഒരു മാഗി നൂഡിൽസ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ നാളുകൾക്ക് ശേഷം ആണ് പുതിയ റെസിപ്പിയുമായി ഞാൻ വന്നിരിക്കുന്നത്. ഞാനല്പം ബിസി ആയിപ്പോയി മക്കളുടെ എക്സാമും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു മാഗി നൂഡിൽസ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസ് റൈസാണ്. അതിനായി ഞാനിവിടെ ഒരു കപ്പ് റൈസ്, ബാസ്മതി റൈസ് വേവിച്ചെടുത്തതാണത്. അതേപോലെ തന്നെ 2 മാഗിയുടെ പാക്കറ്റ് നന്നായിട്ട് വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തതാണത്. എണ്ണ ഒഴിച്ചിട്ടാണ് വേവിച്ചത്, എങ്കിൽ ഇതിങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേവിച്ചത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് 2 ക്യാരറ്റ്, ക്യാബേജ്, സെലറിയുടെ ഒരു തണ്ട്, കാപ്സിക്കം, അതേപോലെ ബീൻസ് എല്ലാം ഞാൻ ജൂലിയൻസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്പ്രിങ് ഓണിയന്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, അതേപോലെ സെലറി, ഇത് സ്പ്രിങ് ഓണിയൻ്റെ ബാക്കിലുള്ള ഭാഗമാണത്, ഇതൊന്ന് അരിഞ്ഞെടുത്തത്. അതേപോലെ ഒരു ചെറിയൊരു ബൗള് ചിക്കന്, ഇതും ഇതേപോലെ സ്ട്രിപ്പായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്തേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഒന്ന് അരച്ചെടുക്കാം. പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ചിക്കന് ചേർക്കാം. ചിക്കൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ഗ്രീൻ പീസിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തത് ഇവിടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം അതൊക്കെ ചെയ്യാൻ. അതേപോലെ 2 കറി വെച്ചിട്ട് ചെയ്യാനുണ്ടെങ്കിൽ എല്ലായിടത്തും ഈവൻലി ആയിട്ട് കുക്കായി വരും. ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം, കാരണം ഫ്ലെയിം നല്ല ഹൈയിലാണ്.
വെജിറ്റബിൾ എല്ലാം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിനകത്ത് കുറച്ച് മസാലകൾ ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചേർക്കുന്നത് അല്പം സോസുകളാണ്. ഒരു ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. ഞാനിവിടെ കെച്ചപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ചില്ലി സോസ്. അതേപോലെ ഇനി ഞാൻ ചേർക്കുന്നത് മാഗിയുടെ മസാലയാണ്. ഒരു 3 പാക്കറ്റ് മാഗി മസാല. നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. സോസിലൊക്കെ ഉപ്പുള്ളത് കാരണം കുറച്ച് ഉപ്പ് മതി. അതേപോലെ റൈസും ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചിട്ടുള്ളത്. പിന്നീട് 1 ടീസ്പൂൺ വിനേഗർ, ഒരു 1/2 ടീസ്പൂൺ ഷുഗർ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ചേർക്കാം. നന്നായി മിക്സ് ആയ ശേഷം ഇതിലേക്ക് വേവിച്ച് റൈസാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ലാസ്റ്റ് അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നൂഡിൽസ് റൈസ് കൂടെ ചേർത്ത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എല്ലാവരും സേഫായിരിക്കുക, പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും അതിനായി പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. സോ പ്ലീസ് സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.